മരിയ ഫ്രാൻസിസ് തെരേസ മാർട്ടിൻ, അതായിരുന്നു കൊച്ചു ത്രേസ്യ പുണ്യവതിയുടെ യഥാർത്ഥ പേര്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഈ പുണ്യവതിയുടെ നാമത്തിൽ ധാരാളം ദേവാലയങ്ങൾ, സ്കൂളുകൾ, സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിക്കുന്നു. 1873 ജനുവരി 2 ഇറ്റലിയിലെ അൽസോണിലായിരുന്നു തെരേസായുടെ ജനനം. പിതാവ് സമ്പന്നനായ ലൂയി മാർട്ടിൻ ഒരു പട്ടുവസ്ത്ര വ്യാപാരിയായിരുന്നു. അമ്മ സെലിഗോൺ റേന്തത്തരങ്ങൾ നിർമ്മിച്ചു വിൽക്കുന്ന ഒരു സമ്പന്ന കുടുംബത്തിലേത് തന്നെയായിരുന്നു. അവർക്ക് 9 മക്കളിൽ ഏറ്റവും ഇളയ കുട്ടിയായിരുന്നു തെരേസ. 7 പെൺമക്കളും 2 ആൺകുട്ടികളും. അതിൽ 4 കുട്ടികൾ നേരത്തെ തന്നെ മരിച്ചുപോയിരുന്നു. 4-ാം വയസ്സിൽ തെരേസയുടെ അമ്മയും മരിച്ചു. എന്നാൽ ആ വേർപാട് ആ 4 വയസ്സുകാരിക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. ആ സംഭവത്തിനു ശേഷം ലൂയി മാർട്ടിൻ 5 പെൺമക്കളെയും കൂട്ടി അൽസോണിൽ നിന്ന് ലിസ്യുവിലേക്ക് താമസം മാറി. അമ്മയുടെ കുടുംബത്തിൻ്റെ സംരക്ഷണവും സ്നേഹവും ലാളനയുമൊക്കെ ആ പറക്കമുറ്റാത്ത പെൺകുട്ടികൾക്ക് ലഭിക്കുവാൻ വേണ്ടി അമ്മാവൻ്റെ നിർബന്ധപ്രകാരമായിരുന്നു ലിസ്യുവിലേക്ക് മാറിയത്. അമ്മയുടെ വേർപാട് തെരേസയെ വല്ലാതെ അലോലസപ്പെടുത്തിയിരുന്നു. ഊർജ്ജസ്വലയായിരുന്ന ആ കൊച്ചു ചിത്രശലഭം ക്രമേണ ഉൾവലിഞ്ഞു തുടങ്ങിയിരുന്നു. ഭയം ആ കുട്ടിയെ വല്ലാതെ ബാധിച്ചു. സഹോദരിമാർ മാത്രമായിരുന്നു കൂട്ട്. പഠനത്തിൽ അതിമിടുക്കിയായിരുന്നു തെരേസ. കൊച്ചുറാണി എന്നായിരുന്നു പിതാവ് തെരേസയെ വിളിച്ചിരുന്നത്. അത്രയ്ക്ക് സ്നേഹമായിരുന്നു ആ പിതാവിന് അവളോട്. കുഞ്ഞുപ്രായം മുതലേ തെരേസായിലെ ആത്മീയ തീക്ഷ്ണത, ഭക്തി, സ്വഭാവ രീതികളെല്ലാം അവളെ കൂട്ടുകാരിയെപ്പോലെ വളർത്തിയ സഹോദരിമാർ തിരിച്ചറിഞ്ഞിരുന്നു. പരിശുദ്ധ മാതാവിനോടും പരിശുദ്ധാത്മാവിനോടും ഭക്തിപൂർവം വളരെ നേരം അവൾ പ്രാർത്ഥിച്ചിരുന്നു. യേശുവിൻ്റെ മനോഹര ചുംബനം ലഭിച്ച ദിനം എന്നാണ് ആദ്യ കുർബാന സ്വീകരിച്ച ദിനത്തെക്കുറിച്ച് അവൾ പറഞ്ഞത്. യേശുവിനോട് വ്യക്തിപരമായി സംസാരിച്ചിരുന്ന ദിനങ്ങളായിരുന്നു ആ ദിവസങ്ങൾ. അത് തുടർന്നുകൊണ്ടേയിരുന്നു. ഇതിനിടയിൽ മാരകമായ ഒരു രോഗം തെരേസയെ ബാധിക്കുകയും മരിച്ചു പോകും എന്നുവരെ ഭയപ്പെട്ടിരുന്നു. എന്നാൽ 1883 മെയ് 13-ാം തീയതി തൻ്റെ മുറിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന വിജയമാതാവിൻ്റെ രൂപം തെരേസയെ നോക്കി പുഞ്ചിരിച്ചു. തൽക്ഷണം അവൾ രോഗവിമുക്തയായി. 15-ാം വയസ്സിൽ കർമ്മലിത്ത മഠത്തിൽ ചേരാൻ അവൾ ആഗ്രഹിച്ചിരുന്നെങ്കിലും വളരെയേറെ തടസ്സങ്ങൾ തരണം ചെയ്യേണ്ടി വന്നു. അവസാനം മാർപ്പാപ്പയുടെ ശുപാർശ വരെ ആവശ്യമായി വന്നു അത് പൂർത്തീകരിക്കുവാൻ. 1889 തെരേസ സഭാവസ്ത്രം സ്വീകരിച്ചു. 1890 സെപ്റ്റംബർ 8-ാം തീയതി അവൾ കർത്താവിൻ്റെ മണവാട്ടിയായി. മഠത്തിലെ പരിമിതമായ സൗകര്യങ്ങൾ ഒരു സമ്പന്ന കുടുംബത്തിൽ നിന്ന് വന്ന തെരേസയ്ക്ക് അവയൊക്കെയും സന്തോഷത്തോടെയാണ് സ്വീകരിച്ചത്. 1894 ജൂലൈ 24-ാം തീയതി പിതാവ് ലൂയി മരിച്ചു. ഒരു പുണ്യവാന്റെ ജീവിതം എന്ന് തന്നെ ആ പിതാവിൻ്റെ ജീവിതത്തെ വിശേഷിപ്പിക്കാമായിരുന്നു. മക്കളിൽ പിതാവിനെ പരിചരിച്ചിരുന്ന സെലിൻ പിതാവിൻ്റെ മരണശേഷം ആ വർഷം തന്നെ മഠത്തിൽ ചേർന്നു. അങ്ങനെ ലൂയി മാർട്ടിൻ്റെ 4 മക്കളും മഠാംഗങ്ങളായി. അനേകം പുണ്യപ്രവൃത്തികളിലൂടെ കൊച്ചു ത്രേസ്യ തന്നെ തന്നെ പുണ്യമുള്ളവളാക്കി. വിശ്രമമില്ലാത്ത ശുശ്രൂഷ ജീവിതം മൂലം അവൾക്ക് ക്ഷയരോഗം ബാധിക്കുകയും 24-ാം വയസ്സിൽ 1887 സെപ്റ്റംബർ മാസം ആ റോസാപുഷ്പം കൊഴിഞ്ഞു വീണു. ഇതിനോടകം മഠാധിപതിയുടെ നിർദ്ദേശപ്രകാരം സ്വന്തം ജീവചരിത്രം ഫ്രഞ്ച് ഭാഷയിൽ എഴുതി നാനാഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 9.5 വർഷം മാത്രമാണ് മഠത്തിൽ കർത്താവിൻ്റെ മണവാട്ടിയായി അവൾ ജീവിച്ചത്. കേവലം 30 പേർ മാത്രമാണ് ആ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തത്. 1923 വാഴ്ത്തപ്പെട്ടവളായും 1925 പിയൂസ് 11-ാമൻ പാപ്പ വിശുദ്ധയായും പ്രഖ്യാപിച്ചു. വിശുദ്ധ ഫ്രാൻസിസ് സേവ്യറിനോടൊപ്പം തെരേസയെയും മിഷണറിമാരുടെ മധ്യസ്ഥയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്.